ഗൈസ്, അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവുക. പിന്നെ കുമ്പളം കുമ്പളങ്ങലവാ ഇളവം പറിക്കാൻ പോവാം. കുമ്പളങ്ങ അങ്ങനെയൊക്കെ ഒന്നാണ്, അതൊക്കെ പറിക്കാൻ വേണ്ടി പോകും. ഓക്കെ, ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വൈകുന്നേരം പിൻകുൻ്റെ അമ്മക്ക് ഒരു ഭ്രാന്തനെ തണ്ടാൻ പോകുന്ന അതിന് പോകുന്ന പോക്കാട്ടോ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ബോഡി ഗാർഡായിട്ട് ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞൊരാൾ ഞങ്ങളെ കൂടെ തന്നെ കാണിച്ചു കേട്ടോ. യശി, നിങ്ങളിപ്പോൾ കാണുന്ന ഇവളിപ്പോൾ ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ. എന്താ പറ്റിയത്? എവിടെ പോയി? ആരെയും കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവിച്ചതാണോ? എന്താ പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ മാക്സിമം തരാനുള്ള എല്ലാ സ്ഥലങ്ങളും, എവിടെ പോകാൻ സാധ്യതയുള്ളതും പോകാൻ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ നമ്മൾ പോയി തെരഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ ഉള്ളടങ്ങും പോവാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ അകത്തന്നെ അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപറ്റത്ത് മാത്രം നിൽക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളൊന്ന് പുറത്ത് പോയി തിരിച്ച് വന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഞാൻ സാധാരണ എവിടെ പോയാലും ഞാനൊന്ന് ഐഷ്യന്ന് വിളിച്ചാൽ ഓടി വരുന്ന ആളാണ്. എൻ്റെ സൗണ്ട് ചെറുങ്ങനെ കിട്ടിയാൽ മതിയുള്ളൂ, ആ സ്പോട്ടിലെത്തുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ യാതൊരു റെസ്പോണ്ടും ചെയ്യുന്നില്ല. തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പം ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഞാനും ഉമ്മിനും കൂടി ഞങ്ങളെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടുന്ന് കുമ്പളം പറിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് വിട്ട് അമ്മ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറിക്കൂല എന്ന് വാശി പിടിച്ചപ്പോൾ അച്ചായ എന്നെ വടി അടിച്ച് പേടിപ്പിക്കാൻ പോയി പറിക്കേണ്ടി എന്ന് പറഞ്ഞിട്ടോ. അവരെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ ഷെഡൊക്കെ കെട്ടിക്കാണ്ട് അവിടെ താമസിക്കുന്ന കേട്ടോ. നീന് വന്ന പാടെ തന്നെ അച്ചായൻ്റെ മക്കളെ, അതായത് അവളെ ടാട്ടന്മാരും ചേച്ചിമാരും കൂടെ ഉള്ളതാണ് പോയി കളിക്കാൻ. പിന്നെ ഞാനും ഉമ്മയും അച്ചായനും വൈഫൊക്കെ പാടെ ഞങ്ങൾ കുമ്പളം പറിക്കാനും കുളിക്കാനും ഒക്കെ. ഒരു കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ വൈത്തല കൂടി കുമ്പളം പറിക്കാൻ ചെന്ന് നോക്കുമ്പം ഉള്ള കുമ്പളം ഫുള്ള് കേടും. അവർ ഈ പടവും മുളക്കാന്നൊക്കെ പറയില്ല, നമ്മൾ വിത്തെറിഞ്ഞിട്ടും അങ്ങനെ മുളച്ച് വന്ന കുമ്പളത്തിന് തെയ്യാണ് കേട്ടത്. അങ്ങനെ നമ്മൾ കുറേ തെരഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒന്ന് കിട്ടി സന്തോഷം നോക്കുമ്പോൾ അത് കേടായിരുന്നു കേട്ടോ. ഭയങ്കര നിരാശയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് കാലുകൊണ്ടൊന്ന് അമർത്തി വെക്കുമ്പം എന്തോ കാലിനും തടയണ പോലെ തോന്നിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ അത് കുമ്പളങ്ങ നല്ല മൂപ്പ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് പറിച്ചെടുക്കുക. ഒന്നൊന്നും പറഞ്ഞിട്ട് ഉമ്മ എന്നെ വാശി കയറ്റി ഞാൻ പല്ലോണ്ടൊക്കെ കടിച്ച് പൊട്ടിക്കുക ചെയ്തത്. അത് കടിച്ചേരി എൻ്റെ ചുണ്ട് പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ കുമ്പളങ്ങയും ചീരിയൊക്കെ പറിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടം കാണാൻ പോയി. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വലിയ വെള്ളമൊന്നും ഇല്ല. ഞങ്ങൾ ഡാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്വകാര്യ അഹങ്കാരമായി ഡാമൊക്കെ ആയിരുന്നത്. ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊക്കെ കുറച്ചിട്ട് വരുന്നത് കോറിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല സ്ട്രോങ്ങിലായിരിക്കും വെള്ളച്ചാട്ടം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.